ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 121. അതു നാം പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ലല്ലോ. ഭാഗം 121. അതു നാം പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ലല്ലോ ഇവിടെ ആരംഭിക്കുന്നു. കോഴിക്കോട്ട് ഒരു ക്ഷേത്രം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഭക്തന്മാരിൽ മുൻപനായിരുന്നു കല്ലിങ്കൽ മഠത്തിൽ രാരിച്ചൻ മൂപ്പൻ. മൂപ്പനും മറ്റുള്ളവരും എത്ര ആലോചിച്ചിട്ടും ക്ഷേത്ര സ്ഥാപനത്തിന് യോജിച്ച ഒരു സ്ഥലം കണ്ടെത്താനായില്ല. ഒടുവിൽ അവരെല്ലാം ചേർന്ന് സ്ഥലനിർണയം നടത്തുന്നതിന് ഗുരുദേവനോട് അപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ ക്ഷണം സ്വീകരിച്ച് ഗുരുദേവൻ ഒരു ദിവസം അവിടേക്ക് യാത്ര പുറപ്പെട്ടു. എന്നാൽ ആ യാത്രയ്ക്കിടയിൽ പലവിധ തടസ്സങ്ങളുമുണ്ടായി. അതിനാൽ വലിയൊരിടവേളയ്ക്ക് ശേഷമായിരുന്നു ഗുരുദേവൻ കോഴിക്കോട്ട് എത്തിച്ചേർന്നിരുന്നത്. ക്ഷേത്രത്തിനായി അവർ കണ്ടുവച്ചിരുന്ന പല സ്ഥലങ്ങളും ഗുരുദേവൻ പോയി നോക്കി. പക്ഷേ അവയൊന്നും ക്ഷേത്രത്തിന് യോജിച്ചതായി ഗുരുദേവൻ കണ്ടില്ല. ഒടുവിൽ നല്ലീശ്വര മഠം നിന്നിരുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു കാലത്ത് ഒരു പുരാതന ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ ഒരു യോഗിവര്യൻ വളരെ കാലം തപസ്സനുഷ്ഠിച്ചിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു യോഗിയുടെ തപശ്ചര്യ കൊണ്ടും ക്ഷേത്രമെന്ന ദേവസ്ഥാനം കൊണ്ടും പുണ്യമിയെന്ന നല്ലീശ്വരം തന്നെയാണ് ക്ഷേത്ര സ്ഥാപനത്തിന് ഏറ്റവും യോജിച്ച ഇടമെന്ന് ഗുരുദേവൻ കണ്ടു. അപ്പോൾ രാരിച്ചൻ മൂപ്പനോട് ഇങ്ങനെ കൽപ്പിച്ചു: ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഇവിടെ തന്നെയാകട്ടെ. തുടർന്ന് ഗുരുദേവൻ്റെ ആജ്ഞപ്രകാരം ശ്രീനാരായണ ചൈതന്യ സ്വാമികളുടെ മേൽനോട്ടത്തിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. അവിടെ അടിത്തറ കെട്ടുന്നതിനുള്ള കുഴിയെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കൊച്ചു ശിവലിംഗം കണ്ടുകിട്ടുകയുണ്ടായി. അപ്പോഴാണ് ഒരു പുരാതന ക്ഷേത്രം നിന്നിരുന്നിടമാണ് പുതിയ ക്ഷേത്രത്തിനായി ഗുരുദേവൻ കണ്ടെത്തിയതെന്ന സത്യം ജനങ്ങൾ അറിഞ്ഞത്. പിന്നീട് ഗുരുദേവൻ ക്ഷേത്ര നിർമ്മാണ വേളയിൽ പലപ്പോഴും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരവസരത്തിൽ ഒരു ഭക്തൻ ചോദിച്ചു: ഈ ശിവലിംഗം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു കൂടെയോ? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു: അത് മഹാത്മാവായ ഒരു യോഗി വച്ചു പൂജിച്ച ശിവലിംഗമാണ്. അത് നാം എടുത്ത് പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ലല്ലോ. എന്നും ഞാൻ തൊഴുന്നൊരൻ ദൈവമേ, കൺമുന്നിൽ നിൻ രൂപം തെളിയുകില്ലേ? എന്നും ഞാൻ തൊഴുന്നൊരൻ ദൈവമേ, കൺമുന്നിൽ നിൻ രൂപം തെളിയുകില്ലേ? തുണയാരുമില്ലാതുരുകുമെൻ മുന്നിൽ നിന്നറും ചിരിയുമായി നീ വരില്ലേ? ഗുരുവേ ദേവാ, ഗുരുവേ ദേവാ, വന്നാലും ശാന്തി പകർന്നു തന്നാലും. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 121. അത് നാം പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ലല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.